Meet the editors. അപകട മരണമെന്നുറപ്പിക്കാമോ എന്നാണ് ചോദ്യം. എം വി നികേഷ് കുമാർ, എനിക്കൊന്നു ടി.പി. ശ്രീനിവാസനും കെ.പി. ഫാബിയാനും ഭദ്രകുമാറും അടക്കമുള്ളവരുടെ ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ ഈ വിഷയത്തിൽ. എന്താണ് അപകട മരണമെന്നുറപ്പിക്കാമോ ഈ ഘട്ടത്തിൽ? ഡോക്ടർ അരുൺ, അപകടമരണം എന്ന് നമുക്ക് കരുതാൻ കഴിയാത്ത വിധത്തിൽ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ അപകടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബെൽ 212 എന്ന ഹെലികോപ്റ്ററാണ് രണ്ടുപേരും. ഒന്ന്, രാജ്യാന്തര തലത്തിൽ ഒരിക്കലും പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒന്നിച്ച് ഒരു ഹെലികോപ്റ്ററിൽ പോകാറില്ല സാധാരണഗതിയിൽ. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മാത്രമായി അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കൊല ചെയ്യപ്പെടുമ്പോൾ അത് രാജ്യ താല്പര്യമല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ബെൽ 212 എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ സാധാരണഗതിയിൽ ഒരു ലെവൽ 1 കാലാവസ്ഥയിൽ മാത്രം സഞ്ചരിക്കേണ്ടതാണ്. ലെവൽ 5 വരെ കാലാവസ്ഥ പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. ഇതെന്തായാലും അസർബൈജാൻ അതിർത്തിയിൽ ലെവൽ 1 കാലാവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ ബെൽ 212 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ എന്തുകൊണ്ട് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്നുള്ളത് ദുരൂഹമാണ്. ഒന്ന്. രണ്ടാമത്തേത്, നമുക്ക് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായും നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മൊസാദിൻ്റെ മുദ്ര ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മൊസാദ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുമ്പോൾ മൊസാദ് എങ്ങനെയാണ് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കുന്നത്? മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെന്നുകൊണ്ടും മൊസാദിന് കൊലപാതകങ്ങൾ നടത്തുന്നത് വലിയ ഹരമാണ്. പലയിടങ്ങളിൽ ഇപ്പോൾ പലസ്തീൻ നേതാക്കളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊസാദ് ഓരോ ഇടത്ത് വെച്ചായി കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ സാറ്റലൈറ്റ് ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ ആയുധശേഷി ഉപയോഗിച്ചുകൊണ്ടും ലോകത്തെവിടെയൊക്കെ ഇസ്രായേലിന് എതിർ ശബ്ദങ്ങളുണ്ടോ അതിനെയൊക്കെ തന്നെയും തുടച്ചു നീക്കാൻ മൊസാദ് ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ അല്ലെങ്കിൽ ഒരു വലിയ പരിധിവരെ മൊസാദ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും മരണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പ്രാദേശിക തലത്തിൽ റൈസി പോപ്പുലറാണ് വലിയ നിലയിൽ. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഈ പർദ്ദ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു പെൺകുട്ടി മരിക്കുന്നു, അതിനെ തുടർന്ന് വലിയ നിലയിലുള്ള ജനരോഷം ഉയർന്നു വരുന്നു. ആ ജനരോഷത്തെ ഒന്നും ജനാധിപത്യപരമായിട്ടല്ല ഇബ്രാഹിം റൈസി നേരിട്ടുള്ളത്. വളരെ കടുത്ത ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പോപ്പുലർ ഗവൺമെൻറ് അല്ല ഇറാനിൽ ഇന്നുള്ളത്. ആ നിലയിൽ ഇബ്രാഹിം റൈസിക്കെതിരെയുള്ള വലിയ ഒരു ജനരോഷം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമൈനി, അദ്ദേഹം 85 വയസ്സ് തികയുന്ന ഘട്ടത്തിൽ പുതിയൊരു ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു പരമോന്നത നേതാവിന് വേണ്ടിയുള്ള ആവശ്യകത ഇറാനിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നിലവിലുള്ള സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമൈനിയും അദ്ദേഹം സ്ഥാനമൊഴിയാൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടേക്ക് ഇബ്രാഹിം റൈസിയെ അവരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇബ്രാഹിം റൈസി തന്നെ അക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് 85 അംഗ കമ്മിറ്റിയാണ് സുപ്രീം ലീഡറെ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ ഒരു വിഭാഗം ആളുകൾക്ക് റൈസി ആ സ്ഥാനത്തേക്ക് വരുന്നതിൽ താല്പര്യമില്ല. കാരണം ഇയാൾ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പലപ്പോഴും ജുഡീഷ്യറിയിൽ നിന്നുകൊണ്ട് വിമർശിച്ചിട്ടുള്ള ആളുമാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വിമർശിച്ചിട്ടുള്ള ഒരാൾക്ക് പരമോന്നത നേതാവാകാൻ കഴിയില്ല എന്നുള്ളതാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ ഒരു വിഭാഗം ആളുകളുടെ ആക്ഷേപം. രണ്ടാമത്തേത് ഗാർഡിയൻസ് കൗൺസിലാണ്. അവരാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഗാർഡിയൻസ് കൗൺസിലിൽ എല്ലാ കാര്യങ്ങളും യോജിച്ചു നിന്നാൽ മാത്രമേ ഒരു പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവർക്ക് നിശ്ചയിക്കാനാകൂ. ഇപ്പോൾ നമ്മളെ രാജ്യത്തെ പോലെ തന്നെ ഏതൊരു പൗരനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനൊന്നും കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാ രീതിയിലും രാജ്യ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ മാത്രമാണ്. ഈ ഗാർഡിയൻസ് കൗൺസിൽ അവിടെ നിൽക്കട്ടെ. നമ്മൾ തിരിച്ചു വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആ
രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിതിയാണ്. അപ്പോൾ റെയ്സി അൺപോപ്പുലർ ആണ് എന്നുള്ളത്, രണ്ട് സുപ്രീം ലീഡറായിട്ടുള്ള ഒരു സുപ്രീം ലീഡർ പദവിയിലേക്ക് പുതിയ ഒരാൾ വരണമോ അതിലേക്ക് റെയ്സി തന്നെ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിലക്കാണ് സാഹചര്യത്തിലാണ് ഈ അപകടം എന്നുള്ളതാണ്. പിന്നെ അവിടെ ഷിയാക്കൾക്കിടയിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. നേരത്തെ ഡോക്ടർ എം കെ ഭദ്രകുമാർ പറയുകയായിരുന്നു, ഈ ഷിയാക്കൾ എന്ന് പറയുന്നത് ഒരു മൊണോലിത്തിക് ആയിട്ടുള്ള സംവിധാനമൊന്നുമല്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെയും കാലുവാരലും അങ്ങനെ പരസ്പര അന്തർസംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു വിഭാഗമാണ്. അവരുടെ തന്നെ അന്തർസംഘർഷങ്ങൾ, പിന്നെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഒക്കെ തന്നെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തിനാണ് മൊസാദിൻ്റെ മുദ്രയുണ്ടോ എന്ന് മാത്രം തേടുന്നത്? ഇറാനിലുള്ള ആഭ്യന്തര ശത്രുക്കൾ തന്നെ ഒരുപക്ഷെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും കൊല്ലാനുള്ള സാധ്യത പോലും ഒരു നറേറ്റീവായിട്ടുണ്ട്. ആ നിലയിലുള്ളൊരു ആഖ്യാനമുണ്ട്. അപ്പോൾ അതുപോലും ഒരു സാധ്യതയായി കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഈ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള നിക് ഗ്രാഫിൻ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഞാൻ പലസ്തീനിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നിക് ഗ്രാഫിൻ പറയുന്നത് അവിടെ അസർബൈജാൻ അർമീനിയ തർക്കം ദീർഘകാലമായി നടക്കുന്നുണ്ട്. ഈ അസർബൈജാൻ എന്ന് പറയുന്നത് ഈ 12 ഷിയായിസത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകളുള്ള സ്ഥലമാണ്. പക്ഷേ ഈ 12 ഷിയായിസത്തിൽ തന്നെ അസർബൈജാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതേ മതവിശ്വാസത്തിലുള്ള ഇറാനുമായി പലപ്പോഴും ഇവർ യോജിച്ചു പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം മുതൽ തന്നെയും ഇറാനുമായിട്ട് ചില പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ പരമ്പരാഗതമായ വൈരം യഥാർത്ഥത്തിൽ ഇപ്പോഴും അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത്? അസർബൈജാനിലെ ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ്. അപ്പോൾ ഈ പറയുന്ന അർമീനിയൻ അസർബൈജാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ആയിരുന്നു സാധാരണഗതിയിൽ ഈ അസർബൈജാൻ ആയുധങ്ങൾ നൽകിയിരുന്നത്. ഇസ്രായേലിൻ്റെ ഒരു മാർക്കറ്റായിരുന്നു യഥാർത്ഥത്തിൽ അസർബൈജാൻ. അർമീനിയക്കൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ. അപ്പോൾ അർമീനിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായി നിൽക്കുമ്പോൾ തന്നെ ഇറാനായിരുന്നു യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അർമീനിയക്ക് ആയുധം നൽകിയിരുന്നത്. അസർബൈജാന് ആയുധങ്ങൾ നൽകിയിരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലുമാണ്. എന്നുമാത്രമല്ല ഇസ്രായേലിൻ്റെ ചാര ഹാർഡ്വെയറുകൾ യഥാർത്ഥത്തിൽ ഈ അസർബൈജാനിൽ ഉണ്ട് താനും. അപ്പോൾ ആ നിലയിൽ അവിടുത്തെ ഒരു മേഖലയിലെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി അസർബൈജാനുമായി സഹകരിക്കുന്നു എന്നുള്ളതും അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധക്കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന ചാര കണ്ണുകളുടെ ഹാർഡ്വെയറുകൾ അവിടെയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ മേഖലയിൽ യഥാർത്ഥത്തിൽ അസർബൈജാൻ ഇറാൻ സംഘർഷം തുടരുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്നുള്ളതും ഒരുപക്ഷെ ഈ അസർബൈജാനിൽ നിന്ന് തിരികെ ഇറാനിലേക്ക് വരുന്ന സമയത്ത് തന്നെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയും വധിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാകാം എന്നുള്ള മറ്റൊരു നറേറ്റീവ് കൂടിയുണ്ട്. മൂന്നാമത്തേത് പലസ്തീനാണ്. നമുക്ക് പലസ്തീൻ്റെ വിഷയം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഡമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ കൊല്ലുന്നു. ഉടനെ ഇറാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിനെതിരെ മിസൈലുകൾ തൊടുത്തുവിടാൻ പോവുകയാണ് എന്ന്. എന്നിട്ട് തലേ ദിവസം പ്രഖ്യാപിച്ചിട്ടൊന്നും സാധാരണഗതിയിൽ മിസൈലുകൾ തൊടുത്തുവിടാറില്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നിട്ട് പിറ്റേ ദിവസം മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഇത് മുഴുവൻ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അവരുടെ റഡാർ ഉപയോഗിച്ച് പ്രതിരോധം ഉപയോഗിച്ച് തടുത്തിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരടിച്ചു എന്നായി, അവർ തടുത്തു എന്നായി. ഇത് നേരത്തെ ശ്രീ എം കെ ഭദ്രകുമാർ പറഞ്ഞത് ഇത് അമേരിക്കൻ മധ്യസ്ഥതയിലാണ് ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നടന്നിട്ടുള്ളതെന്നാണ്. ഇവർക്ക് മിസൈൽ തൊടുത്തുവിടുകയും വേണം, കാരണം അവരുടെ ആഭ്യന്തര ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ തൊടുത്തുവിടുകയാണെങ്കിൽ അവർക്ക് അവിടെ തടുക്കാനുള്ള സമയം കൊടുക്കുകയും വേണം എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടുപേരുടെയും വൈകാരികമായിട്ടുള്ള പ്രശ്നം അവിടെ തീർന്നു എന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്ബുള്ള പ്രോക്സിയൊക്കെ വെച്ചിട്ടുള്ള യുദ്ധം മാത്രമായിരുന്നു അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വന്നിട്ടുള്ളത്. ഒരു പൂർണ്ണ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ഇറാൻ തയ്യാറല്ല എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ തങ്ങളുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും ഇസ്രായേൽ അടിച്ചതാണ് എന്ന് തോന്നിയാൽ തന്നെ, എന്ന് അവർക്ക് തെളിവുകളോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെയും അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ അടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു യുദ്ധം സ്വന്തം നിലയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയുണ്ട്.
അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധ സംഭരണ ശേഷിയുള്ള ഇസ്രായേലിന് പക്ഷേ ഇറാൻ പോലുള്ള ഒരു രാജ്യവുമായി അവർ ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ വലിയ യുദ്ധത്തിൽ നിൽക്കുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ടുള്ള ഒരു ടു നേഷൻ തിയറിയിൽ പലസ്തീൻ്റെ 60,000-ത്തിലധികം ആളുകളെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മനുഷ്യക്കുരുതി, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളിൽ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ആക്രമണം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യപ്പെടുന്നതല്ല. അതുമാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ പഴയതുപോലെ നല്ല ബന്ധത്തിലല്ല. അവിടെ ജോ ബൈഡൻ ആയാലും അവിടുത്തെ വിദേശകാര്യമന്ത്രി ആയാലും ഒക്കെ തന്നെയും ഇപ്പോൾ ഏതാണ്ട് ഇസ്രായേലിനെ പരിഹസിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്ക മെഡിറ്ററേനിയൻ കടലിലൂടെ നേവൽ യുദ്ധം കൂടി നടത്തി സഹായിച്ചാൽ മാത്രമേ ഇസ്രായേലിന് ഇറാനെ അടിക്കാൻ പറ്റൂ. നവംബറിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ നവംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അമേരിക്ക ഒരു പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടപെടലിന് കാരണം ബൈഡൻ ഇപ്പം തന്നെ വീക്കാണ്, ദുർബലനാണ്. അവിടെ ട്രംപ് കയറി വരികയാണ്. ആ ഘട്ടത്തിൽ ഒരു യുദ്ധം, ആ നിലയിൽ അമേരിക്ക ഇടപെടുന്ന ഒരു യുദ്ധം അവിടെ ബൈഡനെ കൂടുതൽ അൺപോപ്പുലറാക്കും. അതുകൊണ്ട് നവംബർ വരെ അങ്ങനെ ഒരു യുദ്ധത്തിന്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ ഡിസംബർ വരെ അങ്ങനെ ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറും അല്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇതിനകത്തൊരു മൊസാദിൻ്റെ മുദ്രയുണ്ട് എന്ന് നമുക്ക് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം ഒരു ദുർബലമായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ കരുതാമെങ്കിൽ തന്നെയും ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഒരിടവേള കൂടി വേണം. വെൽക്കം ബാക്ക് ടു മിഡ് എഡിറ്റേഴ്സ്. അപകട മരണം എന്നുറപ്പിക്കാൻ സാധിക്കുമോ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ ക്രാഷ് എന്നുള്ളതാണ് ചോദ്യം. ഞാനിത് അപകട മരണം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കേണ്ടി വരും എന്ന് വാദിക്കുന്ന ഒരാളാണ്. മറിച്ച് ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ചൊരു ജിയോ പൊളിറ്റിക്കൽ കൺസേൺ, ഇതൊക്കെ നമ്മൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇതൊരു അപകട മരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ്, ഒപ്പം തന്നെ എന്താണ് ഈ അപകടം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അപകടത്തിൻ്റെ കാരണമായി ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളൊന്ന് ചുരുക്കി പരിശോധിച്ചാൽ ഇതൊരു പ്രീ പ്ലാൻഡായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇതിന് പിന്നിലുണ്ടെന്ന് പറയുക വയ്യ. അസർബൈജാനിൽ ക്യുസ്കലാസി ഡാം ഉദ്ഘാടനം ചെയ്യാൻ പോയി തിരിച്ച് 3 ഹെലികോപ്റ്ററുകളിലായിട്ട് ഈ വ്യൂഹം മടങ്ങേണ്ടിയിരുന്നു. അതിൽ ഒരു ഹെലികോപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പേർ, അതിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മാത്രമല്ല, ഈ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ, അതിന് തൊട്ടുഭാഗത്തുള്ള പ്രവിശ്യയിലുള്ള ഗവർണർ ഉൾപ്പെട്ടിരുന്നു. അയത്തുള്ള ഖമീനിയുടെ തന്നെ സെക്റ്റിൽ തന്നെ പെട്ട ഫ്രൈഡേ പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് കൂടി ഉൾപ്പെട്ടിരുന്നു. വളരെ പ്രമുഖരായ ഒരു പുരോഹിതനാണ്. ഒപ്പം ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൂടി ഈ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ 3 2 താബ്രിസിലെത്തി, 1 മാത്രം എന്തുകൊണ്ടെത്തിയില്ല? അസ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും. ബാക്കി 2 ഹെലികോപ്റ്ററുകളും എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന VIP ചോപ്പർ എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. ബിപിൻ റാവത്ത് കൂനൂരിൽ മരിച്ചത്, ബിപിൻ സംയുക്ത ഡിഫൻസിൻ്റെ സംയുക്ത സേനാ മേധാവിയായിരുന്നു. ബിപിൻ റാവത്ത് കുനൂരിൽ മരിക്കുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായിരുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഹെലികോപ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എനിക്കൊന്നു MI-17 V5 അങ്ങാണ്ടാണ്. അത്രയും അത്യാധുനികമായിട്ടുള്ള, ഏതൊരു രാത്രിയിലും കുറ്റാക്കുറ്റിരുട്ടിലും ശത്രു താവളങ്ങളിൽ പോയി അറ്റാക്ക് നടത്തി തിരിച്ചു വരാൻ ശേഷിയുള്ള അത്യാധുനികമായ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിരുന്ന, ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്ന ബിപിൻ റാവത്തിന് പോലും നമ്മൾ സാധാരണ ഈ ഭാഷയിൽ പറയുന്നത് ഒരു ആകാശക്കെണി എന്ന് പറയും, സ്കൈ ട്രാപ്പ് എന്ന് പറയും. ഈ സ്കൈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. എന്ന് കനത്ത മൂടൽമഞ്ഞ് വന്നാൽ ഹെലികോപ്റ്ററുകൾക്ക് ഒരു പരിധിക്കപ്പുറം ഉയരാനോ വിഷൻ GPS അനുസരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനോ കഴിയില്ല. മറ്റുള്ള എയർക്രാഫ്റ്റുകളെ പോലെയല്ലല്ലോ ഹെലികോപ്റ്റർ. പ്രത്യേകിച്ച് ഈ അസർബൈജാനിൻ്റെയും ഇറാൻ്റെയും അതിർത്തി പങ്കിടുന്ന വോൾഫ കാടുള്ള ഒരു മേഖലയുണ്ടല്ലോ, അതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഉസി എന്ന ഗ്രാമവും ആ ഉസി എന്ന ഗ്രാമത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വർസാഖാൻ എന്ന് പറയുന്ന ഒരു റീജിയനും, ഈ വർസാഖാൻ റീജിയനിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സ്കൈ ട്രാപ്പുകൾ രൂപപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പെടുത്തിയത്. അവിടുത്തെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ ഒരു പഠനം പറയുന്നത് ഇത്തരം മലനിരകളിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ കനത്ത മൂടൽമഞ്ഞ് വന്നുപെടും. ആ മൂടൽമഞ്ഞിൽ ദൃശ്യങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടും. ദൃശ്യങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് കാലാവസ്ഥ തെളിയുകയും ചെയ്യും. ഈ യാത്ര ഈ ക്യുസ്കലാസി ഡാം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അസർബൈജാനിൽ, ഈ പറയുന്ന പ്രദേശത്ത്.
അസർബൈജാനിലെ പ്രസിഡന്റും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. തിരിച്ചു പോകാനായി അവർക്ക് റോഡ് മാർഗമുള്ള ഒരു ഗതാഗത സംവിധാനമാണ് ആദ്യം ചോക്കൗട്ട് ചെയ്തിരുന്നത്. കാര്യം പെട്ടെന്ന് കാലാവസ്ഥ മാറി. പക്ഷേ ഈ ഡാം ഉദ്ഘാടനം ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് വെതർ കണ്ടീഷൻസ് ക്ലിയർ ആവുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ താബ്രിസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതേസമയം ടെഹ്റാൻ എന്ന് പറയുന്നത് ഏകദേശം 600 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ താബ്രിസിലേക്ക് പോകണം, വളരെ പെട്ടെന്ന് എത്തേണ്ടതുള്ളത് കൊണ്ട് 3 ഹെലികോപ്റ്ററുകളായിട്ട് യാത്ര പുറപ്പെടുന്നു. ഈ ഹെലികോപ്റ്റർ പുറപ്പെട്ട് ഈ പറയുന്ന വർസാഖാൻ മേഖലയിൽ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്കൈ ട്രാപ്പ് പോലെ എന്താണോ കുനൂരിൽ സംഭവിച്ചത്, ഞാൻ അതുകൊണ്ടാണ് ഇതൊരു അപകട മരണമാണെന്ന് ഉറപ്പിക്കാനുള്ളൊരു കാരണം. അതിൻ്റെ സാമ്യം നിൽക്കുന്നത് കുനൂരിൽ മരിച്ച ബിപിൻ റാവത്തിൻ്റെയും ഒപ്പം ഈ വർസാഖാൻ മേഖലയിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിൻ്റെയും ഒരേ കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു സ്കൈ ട്രാപ്പ് ആണ് എന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ ബിപിൻ റാവത്തിൻ്റെ കാലത്ത് ഉപയോഗിച്ചത് അത്യാധുനികമായ എഞ്ചിനാണെങ്കിൽ നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചത് ബെൽ 212 എന്ന് പറയുന്നത് 1998 കാനഡയിലെ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയ ഹെലികോപ്റ്ററാണ്. 1992 ദാറ്റ് വാസ് എ ലാസ്റ്റ് പ്രൊഡക്ഷൻ. നോക്കൂ, 26 വർഷമായി ആ കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മാത്രവുമല്ല അതിൻ്റെ സ്പെയർ പാർട്സിൽ പലതും മെറ്റീരിയൽ അവൈലബിളുമല്ല. ഓർമ്മിക്കേണ്ടത് 2015 ഇറാൻ്റെ ന്യൂക്ലിയർ ഡിഫൻസ് ഡീൽ വന്നതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. അവരുടെ എക്കണോമിക് സാങ്ഷൻസ് അവരെ പ്രത്യേകിച്ച് ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നതിൽ, ഏവിയേഷൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുന്നതിലൊക്കെ ഇറാനെ ഒറ്റപ്പെടുത്തുകയും ഇറാന് മികച്ച രീതിയിലുള്ള വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ അത്യാധുനികമായിട്ടുള്ള എയർഫോഴ്സ് സംവിധാനങ്ങളോ ഇറാൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഇറാൻ ഇപ്പോഴും വൾണറബിളായി നിൽക്കുന്നൊരു മേഖലയാണത്. ഇറാൻ ഇറാഖിനെ അടിക്കാൻ പറ്റും, ഇറാന് ലെബനിലേക്ക് ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടി മിലിറ്ററി മൂവ് ചെയ്യാൻ പറ്റും, ഇറാന് സിറിയയിലേക്ക് അയക്കാൻ പറ്റും, ഇറാന് യമനിലേക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഇറാന് ആകാശമാർഗമുള്ള ഒരു അറ്റാക്കും സാധ്യമാവില്ല. വളരെ പരിമിതമായ മിസൈൽ സംവിധാനം മാത്രമാണ് ഇറാൻ്റെ ആകെയുള്ള ശേഷി. ഇറാൻ്റെ എയർഫോഴ്സ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ, ഏവിയേഷൻ മേഖലയിൽ അവർക്ക് കാര്യമായ ഗവേഷണമോ എക്യുപ്മെൻസോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കൊടുക്കേണ്ടതാവട്ടെ പൂർണ്ണമായി ഏവിയേഷൻ ഇൻഡസ്ട്രി പിടിച്ചു നിർത്തിയിരിക്കുന്നത് യൂറോപ്യൻസ് ആണ്. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ പവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാങ്ഷൻസിന് ശേഷം ഇറാന് വേണ്ടത്ര രീതിയിലുള്ള വ്യോമഗതാഗതത്തിന് അനുകൂലമായിട്ടുള്ള സാങ്കേതിക വിദ്യ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1998 കാനഡ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്ന ബെൽ 212 എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ഹെലികോപ്റ്ററിൽ പ്രസിഡന്റിന്, രാജ്യത്തിൻ്റെ പരമാധികാരിക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആ ഹെലികോപ്റ്ററിലാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സഞ്ചരിച്ചത് എന്നുള്ളതാണ് നമുക്കൊരു സംശയം ഉണ്ടാവുന്നത്. ഒപ്പം ഗവർണറും ഈ പുരോഹിതനും സഞ്ചരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം എങ്ങനെയുണ്ടായി? അതൊരു കോൺസ്പിരസിയാണ്. പക്ഷേ ഞാൻ ആ കോൺസ്പിരസി തിയറി പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിൽ പോലും ഇങ്ങനൊരു കാരണം അവിടെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട റിയലിസ്റ്റിക്കായ ഒരു സ്ട്രാറ്റജിക്കൽ ആൻഡ് ടെക്നിക്കൽ റീസൺ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ പുറത്തുനിന്നുള്ളൊരു ശക്തിയാണെങ്കിൽ അത് ഇസ്രായേൽ ആകണമല്ലോ. ഇസ്രായേൽ ഈ സമയത്ത് ഒരു കാരണവശാലും ഇറാനിലെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആഗ്രഹിക്കുന്നില്ല. ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലെബനിലെ ഹിസ്ബുള്ളയും സിറിയയും ഒക്കെ തന്നെ, അവിടെയൊന്നും ഈ പറയുന്ന രാജ്യങ്ങളുടെ പുറത്ത് ഒരുതരം മിലിറ്ററി കൺട്രോൾ ഇറാനുണ്ട്. ഇറാൻ്റെ ഇൻസ്റ്റബിലിറ്റി ഈ പറയുന്ന ഫ്രിഞ്ച് എലമെൻസിനെ കൂടുതൽ പവർഫുൾ ആക്കുകയോ കൂടുതൽ അനാർക്കിക് ആക്കുകയോ ചെയ്യും. അത് ആ മേഖലയിലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിലാണെങ്കിലും ശരി, സ്ട്രാറ്റജിക് ഫ്രണ്ടിലാണെങ്കിലും ശരി, ഇറാൻ്റെ പ്രസിഡന്റിനെ വധിച്ചതുകൊണ്ട് ഇസ്രായേലിന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം അത്ര വലിയൊരു പോപ്പുലർ ലീഡറൊന്നുമല്ല. അയത്തുള്ള ഖമേനിയുടെ വത്സല ശിഷ്യനാണ്. അയത്തുള്ള ഖമേനി 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന നേതാവാണ്. 1988 അയത്തുള്ള ഖമേനി അടക്കമുള്ള അവിടുത്തെ ഹാർട്ട് ലൈനേഴ്സ് വളരെ ശക്തമായ, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രയൽ നടത്തി വധശിക്ഷയ്ക്ക് വേണ്ടി ഇറാഖിൽ നിന്നുള്ള പ്രിസണേഴ്സിനെ വധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിരുന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും അവിടുത്തെ ഹാർട്ട് ലൈനേഴ്സിനോട് ഷിയാറ്റ് കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ശക്തമായ നീരസമുണ്ട്. നേരത്തെ ഭദ്രകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇറാൻ്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോണോലിത്തിക്കായ, ഏതെങ്കിലും ഒരു ഏകമാനത്തിൽ അളന്നെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമല്ല. വ്യത്യസ്ത ധാരകൾ അതിനുള്ളിൽ തന്നെയുണ്ട്. വ്യത്യസ്തങ്ങളെ പൊളിറ്റിക്കൽ ഡിസെൻറ്റ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇറാൻ്റെ കമ്മ്യൂണിറ്റി. പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന ഇറാൻ എന്ന് പറയുന്നത് അയത്തുള്ള ഖമേനി എന്ന ശിഷ്യൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിതീവ്രമായ വലതുപക്ഷ മുസ്ലിങ്ങളുടെ ഒരു രാജ്യമായിട്ടാണ്. അങ്ങനെയല്ല. ഷിയാറ്റ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഡിസെൻ്റ് ഉണ്ട്. ആ ഡിസെൻ്റാണ് നേരത്തെ പറഞ്ഞ ഗാർഡിയൻ കൗൺസിലിൻ്റെ കാര്യത്തിലാണെങ്കിലും
കൗൺസിൽ ഓഫ് എക്സ്പേർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ ഇബ്രാഹിം റൈസി പ്രസിഡന്റായി വരുന്നതിനും അയത്തുള്ള ഖമീനിയുടെ പിൻഗാമിയായിട്ട് വരുന്നതിനുമുള്ള ശക്തമായ എതിർപ്പുണ്ടാവുന്നത്. അങ്ങനെ ഇറാനിൽ ഒരു ഏകദേശം അൺപോപ്പുലർ ആയിരിക്കുന്ന ഒരു നേതാവിനെ ഇസ്രായേൽ വധിക്കുന്നത് കൊണ്ട് ഇസ്രായേലിന് എന്താണ് നേട്ടം എന്നുള്ളതാണ് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം. നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞ ചോദ്യം തന്നെയാണ്. അമേരിക്ക ഒരു കാരണവശാലും ജോ ബൈഡൻ ഈ ഘട്ടത്തിൽ ഒരു ഡയറക്റ്റ് വാർ ആ മേഖലയിൽ ആഗ്രഹിക്കുന്നതേയില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം ആക്രമിച്ചു വധിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദി ഡയറക്റ്റ് വാർ. അതൊരു നേരിട്ടുള്ള പ്രത്യക്ഷ യുദ്ധമാണ്. ആ പ്രത്യക്ഷ യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. കാരണം ജോ ബൈഡന് അങ്ങനെ ഒരു യുദ്ധം താങ്ങാൻ കഴിയുന്നില്ലെന്ന് മാത്രവുമല്ല, ഇസ്രായേലിനെതിരെ ജോ ബൈഡൻ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ആ രീതിയിൽ അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. കാരണം പല 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 സാങ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പല പല മുന്നറിയിപ്പുകൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഇസ്രായേലിനുള്ള പൂർണ്ണ പിന്തുണ അമേരിക്കയ്ക്ക് പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നില്ല. ഏറ്റവും ഒടുവിലുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ തീരുമാനമടക്കം അമേരിക്ക വീറ്റോ ചെയ്യാതെ പോയൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ എന്നാലും ചിലർ പറയുന്നത്, ഇപ്പോൾ ഞാൻ അൽ ജസീറ മുതൽ എല്ലാ മാധ്യമങ്ങളും നോക്കി, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ഏതെങ്കിലും ഒരു നേതാവ്, ഹമാസിൻ്റെ നേതാവോ ഹിസ്ബുള്ളയുടെ നേതാവോ സിറിയയിലുള്ള ഏതെങ്കിലും നേതാവോ യമനിലുള്ള നേതാവോ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരും അത്തരത്തിലുള്ളൊരു പ്രതികരണം ഓപ്പണായി നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ പ്രതികരിക്കേണ്ടിയിരുന്നു. വളരെ കരുതലോടുകൂടിയാണ് ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾ കൂടി പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യ സഹായവുമായി എത്തിയിരിക്കുന്നത് റഷ്യയാണ്. തൊട്ടു പിന്നാലെ തുർക്കി എത്തി. തുർക്കിയുടെ റഡാറിലാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ പതിഞ്ഞതും അവിടുത്തെ താപനിലയെക്കുറിച്ചുള്ള വേരിയേഷൻസ് ശ്രദ്ധിച്ചതും പിന്നീട് രക്ഷാപ്രവർത്തനം സുഗമമാക്കിയതുമൊക്കെ. അപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ വിയോഗ വാർത്തയിൽ ഇപ്പോൾ ദുഃഖം ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയ ഹെലികോപ്റ്ററിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ സഞ്ചരിച്ച സ്കൈ ട്രാപ്പിൽപ്പെട്ടു പോവുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് എന്നാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു കാരണമായി നമുക്ക് പറയാം മൊസാദിൻ്റെ കാര്യം. ദ ഡെഡ്ലിയസ്റ്റ് ഏജൻസി ഇൻ ദ വേൾഡ്, UAE-യിലടക്കം വളരെ ക്ലീനായിട്ട് പോയി എക്സിക്യൂഷൻ നടത്തി തിരിഞ്ഞ് ആരും അറിയാതെ പോകുന്ന ഒരു മൊസാദിനെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു കോൺസ്പിറസി തിയറി വർക്ക് ചെയ്യാനുള്ളൊരു പൊളിറ്റിക്കൽ സാഹചര്യം, ഒരു സ്ട്രാറ്റജിക് സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വരേണ്ടത് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നത് ഓറഞ്ച് ബോക്സ് അവിടുന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഒരുപക്ഷേ ഇതിന് ഉത്തരം നമുക്ക് കിട്ടുക. അത് ഫ്ലൈയിങ് റെക്കോർഡിൽ അതൊക്കെ ഉണ്ടായിരുന്നോ എന്നത് കാര്യം നമുക്കറിയില്ല. അത് കൂടുതൽ പരിശോധിക്കാൻ റഷ്യയുടെ സാങ്കേതിക സഹായം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ ആ സാങ്കേതിക സഹായം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യയിൽ പക്ഷേ സ്ഥിതി ആശങ്കാജനകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കണം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അതൊരു അപകട മരണമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സുജയയിലേക്ക് പോകാം. സുജയ, ഇപ്പോൾ നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. ഷോർട്ട് ബ്രേക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് അപകടത്തിൽ തന്നെ എന്ന് ഉറപ്പിക്കാം. സുജയ, നിലവിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതായത് ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ആ അപകടത്തിന്റെ കാരണത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. പ്രാഥമികമായി വരുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് ഈ ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രവിശ്യയിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ഹെലികോപ്റ്റർ അതൊരു കാലാവസ്ഥാ പ്രശ്നം മൂലം കത്തിക്കരിഞ്ഞ് വീണു എന്നുള്ള ഒരു പ്രാഥമിക അനുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് പ്രതികൂല കാലാവസ്ഥയിൽ നേരത്തെ ഡോക്ടർ അരുൺ വിശദീകരിച്ചതുപോലെ അങ്ങനെ ഒരു എയർ ട്രാപ്പിൽ വീണ് മലയിടുക്കിൽ ചെന്നിടിക്കുന്നു, ഇത് തകരുന്നു, അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഈ ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തതിന് ശേഷം അതിന് എത്ര തവണ അത് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പയറേ ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇറാൻ ഉണ്ടായിരുന്നു എന്നതൊക്കെയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ആ കോപ്റ്ററിൻ്റെ ഒരു ശേഷി ഒരു വിഷയമായി ഇതിൽ വന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് ഈ ഹെലികോപ്റ്ററിൽ ഒരു റിട്ടേൺ ഫ്ലൈറ്റ് അത് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായും എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ എന്ന് അറിയാത്ത ആളല്ല ഇറാൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഈ പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരിമിതമായ ശേഷിയുള്ള ഒരു ഹെലികോപ്റ്ററുമായി അങ്ങനെ യാത്ര ചെയ്യാനായി തയ്യാറെടുത്തോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. പിന്നെ നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാവരും ഒന്നിച്ച് ഫ്ലൈ ചെയ്യാനെടുക്കുന്ന ആ ഒരു ഡിസിഷൻ, അതിനകത്തും ഒരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഈ പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി, പ്രവിശ്യ ഗവർണർ, അതോടൊപ്പം തന്നെ ഒരാൾ കൂടിയുണ്ട്, പരമോന്നത നേതാവ് ഖമനേയിയുടെ ഒരു പ്രതിനിധിയും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈയിങ് ടു ആൻഡ് ഫ്രോ, അതിനിടയിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിനുള്ളിൽ ഇവർ അഭിമുഖമായിരിക്കുന്ന ഖമനേയിയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റും അഭിമുഖമായിരിക്കുന്ന ദൃശ്യങ്ങളടക്കം AFP പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ കോപ്റ്റർ ഇടിച്ച് തകരുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അർമേനിയൻ ഫൈറ്റേഴ്സിന് കൊടുക്കുന്ന സഹായം, അതുപോലെ തന്നെ ഈ അസർബൈജാനിലേക്ക് ഈ പ്രോജക്റ്റിന്റെ ഇനാഗുറേഷനായി പോകുന്നതിനിടയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ
സംഭാഷണങ്ങളെക്കുറിച്ചാണ്. അത് ഗൗരവമുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതിന് കൂടി ഈ ഒരു യാത്ര വേദിയായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും താൽക്കാലിക പ്രസിഡന്റ് ഇപ്പോൾ സ്ഥാനമേൽക്കുന്നു. 50 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഇറാന്റെ രീതി. ആ രീതി അനുസരിച്ച് പുതിയ ആളെ തെരഞ്ഞെടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മുഹമ്മദ് മുക്ബർ ഒന്നാം വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുകയാണ്. ഇവിടെ ഈ പ്രസിഡന്റായി സ്ഥാനത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടിയ ആളാണ് 2 വർഷം ആശീർവാദത്തോടും കൂടി ഇറാന്റെ തലപ്പത്തേക്ക് വരുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്? ഖമനേയി തന്നെ തന്നെക്കാൾ അധികം വിശ്വസിക്കുന്ന ഒരാളായി കണക്കാക്കിയിരുന്ന ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കാര്യമായി കരുതാൻ കഴിയില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഹാർഡ് ലൈനർ ആയതുകൊണ്ട് തന്നെ ഇറാനിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു, ജനങ്ങളിൽ ഭൂരിപക്ഷവും വെറുക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു എന്നതുകൂടി നമ്മൾ കണക്കാക്കണം. ഇറാനിൽ ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഒരു ദേശീയ നേതാവ് മരിക്കുമ്പോൾ, ഒരു പ്രസിഡന്റ് മരിക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത സന്തോഷിക്കുന്ന കാഴ്ചയാണ് ഇറാനിൽ നമ്മൾ കാണുന്നത്. അത് കേവലം ഒരു പ്രസിഡന്റ് മരിച്ചതിനല്ല, ഖമനേയിയുടെ പിന്തുടർച്ചക്കാരനായ വളരെ ഒരു ഹാർഡ് ലൈനറായ ഒരു ഉരുക്കുമുഷ്ടി ഭരണത്തിലൂടെ കഴിഞ്ഞ 3 വർഷക്കാലമായി 2021 ഓഗസ്റ്റ് മുതൽ ഒരു ഉരുക്കുമുഷ്ടി ആ ജനത്തിന് മേൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടതിലുള്ള ആഹ്ലാദമാണ്. അതായത് ഒരു ഹെലികോപ്റ്റർ തകർന്നു വീഴുമ്പോൾ അതിന്റെ റെക്കേജിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നറിയാനാണ് എല്ലാവരും TV നോക്കുന്നതെങ്കിൽ ഇറാനിലെ ജനത നോക്കിയിരുന്നത് ഇതിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാനാണ്. അതിനുശേഷമാണ് അവർ പടക്കം പൊട്ടിക്കുന്നത്. എക്സിൽ വരുന്ന പോസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അത് ഖമനേയിയോടുള്ള ഒരു വിദ്വേഷം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഖമനേയി ഇതിൽ വലിയ രീതിയിൽ തന്നെ ഞെട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ, കേവലം അപകട മരണമാണെന്ന് സ്ഥാപിച്ചാൽ അത് ഇറാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമികമായി കിട്ടുന്ന സൂചന വെച്ച് അപകടമാണ് എന്നതിലേക്ക് ഞാൻ എത്തുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഇറാന്റെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നിരുന്നു. അപ്പോൾ മുഹമ്മദ് ബഗേരി പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഉന്നതതല സംഘം ഈ വിഷയം അന്വേഷിച്ചാൽ മാത്രമേ, ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണോ? കാരണം ഇതുപോലെയുള്ള കാലാവസ്ഥയിലും ഇതിനു മുൻപ് ഈ കോപ്റ്റർ പറന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി മാത്രമേ അത് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതായത് അവർക്കും ഒരു സംശയമുണ്ട്. നമ്മൾ മാധ്യമങ്ങളിൽ വന്നില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ ഇദ്ദേഹത്തിന്റെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഉന്നതതല സംഘം അന്വേഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ പ്രതികരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ഇസ്രയേൽ മാധ്യമങ്ങൾക്ക്, സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോയിറ്റേഴ്സിൽ വന്ന അവരുടെ പ്രതികരണം വരുന്നത് ഇറ്റ് വാസിന്റ് അസ്, അത് ഞങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി കൊടുക്കുന്ന പ്രതികരണം. റോയിറ്റേഴ്സ് അത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇസ്രയേലിന് റോൾ ഉണ്ടോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇസ്രയേലിന് പക്ഷേ വ്യക്തമായി അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെ ഇറാന്റെ പ്രസിഡന്റിനെ ഒരു കോപ്റ്റർ അപകടത്തിൽ കൊല്ലുകയാണെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പെട്ടെന്ന് തന്നെ മൊസാദിലേക്കും ഇസ്രയേലിലേക്കും പെട്ടെന്ന് തന്നെ ആ സംശയം നീളും. സംശയമല്ല, ഉറപ്പിക്കും, ജനങ്ങൾ ഉറപ്പിക്കും എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇറാനിൽ തന്നെ അൺപോപ്പുലറായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രസിഡൻഷ്യൽ ഭരണമാണെങ്കിൽ പോലും അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള സാധ്യത, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖമനേയിയുടെ പിന്തുടർച്ചക്കാരനായി മാറാൻ പോകുന്നത്, പരമോന്നത നേതാവായി മാറാൻ പോകുന്നത്. ഇതിൽ യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അപ്പോൾ നിക് ഗ്രിഫിൻ പറയുന്നത് ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ പങ്കാളിത്തം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോൾ അത് നാച്ചുറലായി സംഭവിച്ചതാണ്, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് എന്ന് വേണമെങ്കിൽ കരുതാം. അല്ലാത്ത പക്ഷം അതിന് പിന്നിൽ കൃത്യമായി ഒരു കാരണമുണ്ടെന്ന് കരുതാം. അതിന് ഇറാനിൽ നിന്ന് തന്നെയുള്ള സഹായം മൊസാദിന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ മാസത്തെ ഒരു ആക്രമണം. കഴിഞ്ഞ മാസം ഈ ഡമാസ്കസിൽ വെച്ച് ഇറാന്റെ ജനറൽ മുഹമ്മദ് റസ സെഹേദിയെ കൊന്നതിന് പകരം ഇസ്രായേലിന് നേരെ 300-ലധികം ഡ്രോണുകളാണ് ഇറാൻ അയക്കുന്നത്. മിസൈൽ ആക്രമണം നടത്തുന്നു, ഡ്രോണുകൾ അയക്കുന്നു, മിസൈൽ ആക്രമണം നടത്തുന്നു. അതായത് ഒരു അറ്റാക്ക് നടത്തുകയാണ്. അതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയുടെ സൗണ്ട് ബൈറ്റ് കിടപ്പുണ്ട്. ആ ഒരു മാസം മുൻപ് നടന്ന ആക്രമണത്തെക്കുറിച്ച് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇറ്റ് വാസ് എ പ്ലാൻഡ് അറ്റാക്ക് എന്നാണ്. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഞങ്ങൾ തിരിച്ചടിച്ചതാണ്, ഇങ്ങോട്ടടിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, തിരിച്ചടിക്കും എന്ന് കൃത്യമായി ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട്. അപ്പോൾ അസർബൈജാൻ അർമേനിയയ്ക്ക് കൊടുക്കുന്ന സഹായം, അവിടെ തിരിച്ചു വരുമ്പോഴുള്ള അപകടം, അത് കൃത്യമായി ചില സൂചനകൾ തരുന്നുണ്ട്. പക്ഷേ അത് കൺഫേം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല.
അപ്പോഴും ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു ഘടകം അതിന് മുകളിലായി ആ തട്ട് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റേത് പക്ഷേ ഇപ്പുറത്തുണ്ട് എന്നത് കൂടി ഓർക്കണം. റെയ്സിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ മാസം റെയ്സി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പലസ്തീനിൽ സയനിസ്റ്റ് ഭരണകൂടം ഇനിയും തെറ്റ് ആവർത്തിച്ചാൽ സ്ഥിതി ഗുരുതരമാകും, സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആകുമെന്നാണ് റെയ്സിയുടെ അവസാനത്തെ ഒരു പ്രതികരണം കിടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീൻ. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രതികരണം വരുമ്പോൾ പലസ്തീൻ്റെ ഒരു പ്രതികരണം, ഹമാസിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കാണേണ്ടതാണ്. അവരുടെ ലാസ്റ്റ് ഹോപ്പാണ് ഇല്ലാതായത്. കാരണം റെയ്സി കൂടെ ഉണ്ടാകും. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പായാലും ഡയറക്റ്റ് ഹെൽപ്പായാലും റെയ്സി ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. കാരണം റഫായിൽ നിന്നായാലും എല്ലാം അവർ രക്ഷപ്പെടാൻ അവസാനത്തെ ഒരു പ്രതീക്ഷയായി കരുതിയിരുന്നത് ഇറാനെയും റെയ്സിയെയും ഒക്കെ തന്നെയാണ്. അപ്പോൾ റെയ്സിയുടെ കഴിഞ്ഞ മാസത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർക്കൊരു ഹോപ്പ് നൽകുന്ന ഒന്നായിരുന്നു. പിന്നെ അമേരിക്കയുടെ ഒരു സൈലൻസ്, അമേരിക്കയുടെ ഒരു പ്രതികരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഏകപക്ഷീയമായി അന്ന് ആണവ കരാറിൽ നിന്ന് പിന്മാറി പിന്നീട് ഉപരോധത്തിലൂടെ ഇറാനെ കൊണ്ടുപോയി ഇറാനെ അങ്ങനെ ഞെരുക്കുന്ന അമേരിക്ക ഈ ഉപരോധങ്ങളൊന്നും ഇതുവരെ നീക്കിയിട്ടില്ല. ഉപരോധങ്ങളെ പറ്റി ഇപ്പോഴും ജോ ബൈഡൻ ഒന്നും മിണ്ടുന്നുമില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഈ ഉപരോധങ്ങളെക്കുറിച്ച് എപ്പോഴാണ് ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ആവർത്തിച്ചൊഴിഞ്ഞു മാറുന്ന ജോ ബൈഡനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അവിടെയാണ് ചില നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ മൊസാദിന് ഇറാനിൽ നിന്ന് പിന്തുണ കിട്ടിയാലും അതിൽ അതിശയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ റെയ്സിയെ കുറിച്ച് പറയുമ്പോൾ റെയ്സി വരുന്ന ഒരു വഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെയ്സി ഒരു നാച്ചുറലായ ഒരു പൊളിറ്റീഷ്യൻ കയറി വന്ന് പ്രസിഡന്റ് ആകുന്നതല്ലല്ലോ, ഒരു മതപണ്ഡിതനാണ്. ഒരു മതപണ്ഡിതൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. ആ മതപണ്ഡിതനാകട്ടെ തികഞ്ഞ യാഥാസ്ഥിതികവാദിയാണ്. അവിടെ ഹിജാബ് പ്രൊട്ടസ്റ്റും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ ലോകം തന്നെ വെറുക്കുന്ന രീതിയിലേക്ക് ചില പ്രവൃത്തികൾ മൂലം പോയ ആളാണ്. അതുപോലെ തന്നെ ഒരു മരണസമിതിയുടെ തലവനായിരുന്നു. അങ്ങനെ പല രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരാളാണ് ഇവിടെ ഈ കോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടരുകയായിരുന്നെങ്കിൽ ഒരിക്കലും മതപരമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഹാർട്ട് ലൈൻ ആയിട്ടുള്ള രാഷ്ട്രീയത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകളിൽ ഒന്നിലും ഒരു കോംപ്രമൈസിലേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇറാനിലും പുറത്തും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഈ ഇസ്രയേലിനെതിരെ കൃത്യമായ തെളിവുകൾ വരികയാണെങ്കിൽ, മൊസാദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ള കൃത്യമായ തെളിവുകൾ വരികയാണെങ്കിൽ ഇസ്രയേൽ പലസ്തീൻ എന്നത് മാറിക്കൊണ്ട് ലോകം തന്നെ രണ്ട് ചേരിയായി തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. അങ്ങനെ ലോകത്തെ രണ്ട് ചേരിയാക്കി തിരിക്കുന്ന രീതിയിലേക്ക് ഇതിൽ മൊസാദിന് പങ്കുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും അവിടെ ഈ കാലാവസ്ഥ അത് ആ വാദം അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഈ കൺഫ്യൂഷൻസ് നീങ്ങും, വീണ്ടും ഒരു ക്ലിയർ സ്കൈയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവിടെ അപ്പോൾ എന്തായാലും ഈ അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരിയുടെ ഉന്നതതല കമ്മിറ്റി, ആ ഉന്നതതല കമ്മിറ്റി കൃത്യമായി എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഖമനേയി അടക്കം ഇക്കാര്യത്തിൽ ഡയറക്റ്റായി ഇടപെട്ടിട്ടുണ്ട്. ഖമനേയി പുറത്തൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അവർക്കും ചില ഡൗട്ട്സ് ഉള്ളതുപോലെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചീഫ് ഓഫ് സ്റ്റാഫിന്റെ പ്രതികരണത്തിൽ അത് ക്ലിയർ ആയിട്ടുമുണ്ട്. അപ്പോൾ സത്യം തെളിയട്ടെ. പ്രാഥമികമായി എന്തായാലും മൊസാദ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി വരണം. ഒരു ക്ലാരിറ്റി അറ്റ് ദ ആദ്യത്തെ, അതായത് 14 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റക്കേജ് പോലും കിട്ടിയത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അത് കോപ്റ്ററിന്റെ ശേഷിക്കുറവാണോ കാലാവസ്ഥയാണോ, അത് തെളിയണം. തെളിയുന്നത് വരെ ആ ദുരൂഹത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. മേഖലയിലെ ഒരു പൂർണ്ണ യുദ്ധം ഒരു ഇന്ത്യൻ താല്പര്യം കൂടിയല്ല. കാരണം നമ്മൾ ഒരു ചബാർ തുറന്ന് വെച്ചിരിക്കുന്ന സമയമാണ്. 21 വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് നമുക്കൊരു 10 വർഷത്തെ ഓപ്പറേറ്റിംഗ് കരാർ ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിൽ പോവുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മേഖലയിലെ താല്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഒന്ന് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ദേശീയ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ രാജ്യം നടത്തുന്നുണ്ട്. നമ്മളൊരു പ്രഖ്യാപിത നിലപാടല്ലെങ്കിൽ തന്നെയും ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് നമ്മൾ ഇറാനിലെ കോൺസുലേറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നത്. ഇപ്പോൾ ചബ്ബാർ അതിനൊരു ആക്കം കൂട്ടുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഒന്ന്. രണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് നേരിട്ട് സോഫ്റ്റ് താലിബാനുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. നല്ല താലിബാൻ ചീത്ത താലിബാൻ ഉണ്ടെന്നാണല്ലോ വെപ്പ്. അപ്പോൾ നമ്മൾ നല്ല താലിബാനുമായി സഹകരിക്കുന്നത് ഈ ചബാർ തുറമുഖത്തിലൂടെയാണ്. മൂന്നാമത്തേത് ചൈനീസ് കടന്നുകയറ്റമുണ്ട്. പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി. സിൽക്ക് റൂട്ടാക്കി അവർ കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ ഇത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ് ഇറാനിലൂടെയാണ്. അതുകൊണ്ട് അവിടെ ഒരു യുദ്ധം, ഇറാൻ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ നമ്മുടെ താല്പര്യമേ അല്ല. എനിക്കും താല്പര്യമല്ല, US താല്പര്യമില്ല, ഒരു പരിധിവരെ ഇസ്രായേലിന്
തീരെ താല്പര്യമില്ല. കാര്യം ഇസ്രായേൽ ഇപ്പോൾ തന്നെ ഡിഫൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് ഇതിന് പിന്നിലൊരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചു, ചൈന പ്രതികരിച്ചു, പാകിസ്ഥാൻ പ്രതികരിച്ചു, ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും പ്രതികരിച്ചു. പക്ഷേ അമേരിക്ക ജോ ബൈഡന്റെ സൈലൻസ് ഈസ് കോൺസ്പീക്വസ്. കാരണം അന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ഈ ആക്രമണം നടക്കുമ്പോൾ, കഴിഞ്ഞ മാസമാണല്ലോ, ഏപ്രിൽ 14 ഡമാസ്കസിലെ ഡമാസ്കസ് ആക്രമണം, നമ്മുടെ വിഷു ടൈമിലാണ്. അപ്പോൾ ആ ആക്രമണം നടന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അമേരിക്കയുടെ പ്രതികരണം വരുന്നുണ്ട്. ആ ഒരു ഇവിടെ പ്രതികരിച്ചു. ആ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇവിടെ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ ഹാർട്ട് ലൈഡർ എന്ന നിലയിലാവാം. ഈ ജോൺ ഹോപ്കിൻസ് സ്കൂൾസ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു പ്രൊഫസറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈമിൽ ഇപ്പോൾ വന്നിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന രസകരമായ ഒരു നിരീക്ഷണം ഇതാണ്. ഈ ഇബ്രാഹിം റൈസിയുടെ മരണം 2 രീതിയിൽ ഇറാനെ ബാധിക്കാൻ പോകുന്നു. ഒന്ന്, ഈ അവിടുത്തെ സക്സഷൻ പ്രതിസന്ധിയിലാവും. എന്നുള്ള കാര്യം, അയത്തുള്ള ഖമേനിക്ക് ശേഷം ഇബ്രാഹിം റൈസിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ അവിടുത്തെ കൺസർവേറ്റീവുകൾക്ക് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് നമ്പർ 1. ഇത് അവിടെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. നമ്പർ 2, അവിടുത്തെ ഈ ഹാർട്ട് ലൈനേഴ്സ് സൈക്ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അഥവാ അവിടുത്തെ തീവ്ര യാഥാസ്ഥിതിക വിഭാഗം ഈ 2022 പർദ്ദയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഈ അമ്നിയുടെ വധത്തിന് ശേഷം സൈക്ലൈൻ ചെയ്യപ്പെട്ടിരുന്നവർക്ക് ഈ വധം ഒരു പുതിയ ഉണർവ് നൽകും. അപ്പോൾ അതായത് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും ഇബ്രാഹിം റൈസിക്ക്. അപ്പോൾ ഇബ്രാഹിം റൈസിക്ക് കിട്ടുന്ന രക്തസാക്ഷി പരിവേഷം, 5 ദിവസത്തെ ദുഃഖാചരണം, ഇത് അവിടെ ഹാർട്ട് ലൈനേഴ്സിനെ സൈക്ലൈൻ ചെയ്തിരുന്നൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ അട്ടിമറിക്കും. അങ്ങനെ പറഞ്ഞാൽ അവിടെ യാഥാസ്ഥിതികർ, അതിതീവ്ര യാഥാസ്ഥിതിക വിഭാഗം വീണ്ടും പൊളിറ്റിക്കൽ സക്സഷനിലേക്ക് വരും. ഇനി 1 വർഷം കൂടി മാത്രമേ ഇബ്രാഹിം റൈസിക്ക് ടേം ഉണ്ടായിരുന്നുള്ളൂ. ആ ടേമിൽ ഉറപ്പായിരുന്നു. കാരണം 2017 ഇതേ ഇബ്രാഹിം റൈസി പരാജയപ്പെട്ടതാണ്. 2017 പരാജയപ്പെട്ടു. പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് അതിന്റെ ജുഡീഷ്യലിലെ പരമോന്നത ന്യായാധിപനായതിനു ശേഷം 2021 അതാണ്. അതായത് ഹസൻ റുഹാനിയുടെ ഒരു വോയിസ് ശക്തമായി വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന സഭ. അപ്പം അതാണ് എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രൊഫസറുടെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. ഇത് 2021 വീണ്ടും അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയെ ഇനി മറ്റൊരാൾ വന്നാൽ അയാളെ ശക്തിപ്പെടുത്തും. അത് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും വീണ്ടും അയത്തുള്ള ഖമേനിയുടെ പക്ഷത്തിന് ശക്തമായിട്ടുള്ളൊരു സ്വാധീനം കിട്ടുമെന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാർ വീണ്ടും തടങ്കലിൽ തന്നെ തുടരും. എക്സാക്ട്ലി, ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇയാൾക്ക് അവിടെ ഒരു വിളിപ്പേരുണ്ട്. എന്താണെന്ന് അറിയുമോ? ബുച്ചർ ഓഫ് തെഹ്റാൻ എന്നാണ് വിളിക്കുന്നത്. തെഹ്റാന്റെ ബുച്ചർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത്ര അൺപോപ്പുലർ ആയിരുന്നു ഇബ്രാഹിം റൈസി. ആളുകൾ പടക്കം പൊട്ടിക്കുകയാണ്. അതിൽ തന്നെ ചില ആളുകൾ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഈ 2022 പ്രക്ഷോഭത്തിൽ മരിച്ച ഒരു വീട്ടമ്മയുടെ മകൾ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കണ്ടതാണ്. ആഘോഷത്തിന്റെ അതിനകത്ത് കൂടുതൽ നമുക്ക് ചർച്ചയിലേക്ക് പോകാൻ സമയമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഗസയിലൊരു വെടിനിർത്തലിനുള്ള സാധ്യത ഏതൊക്കെയോ തരത്തിൽ ചർച്ചകളായി പുരോഗമിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായൊന്നും അറിയില്ല. 35,303 ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ BBC-യിലെ ഡിജിറ്റ്. അത്രയും പലസ്തീനികളാണ്, ഇസ്രായേലികളെ അല്ല പറയുന്നത്. 35,303 പലസ്തീനികൾ, നിരപരാധികളായിട്ടുള്ള മനുഷ്യർ, അവർ പച്ചച്ചോരയിൽ മുങ്ങി നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മറ്റൊരു സംഘർഷം ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തായാലും നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, അപകട മരണം എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം. 2 പേർക്ക് അതിൽ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആശങ്കയുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഞാൻ കരുതുന്നത് അപകട മരണമാണ് എന്നാണ്. മറ്റ് തെളിവുകൾ ബ്ലാക്ക് ബോക്സ് ഒക്കെ ഡീകോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കട്ടെ. 2 പേർ അപകട മരണമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ കഴിയില്ല, ഒരാൾ ഉറപ്പിക്കാം എന്ന് പറയും. Meet the editors.